ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടു ബി, ടു ഡു ആൻഡ് ടു ഹാവ്. ഇതിൽ ടു ബി എന്നത് എങ്ങനെയൊക്കെ ഉപയോഗിക്കും എന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, പാർട്ട് 1. ഇന്നത്തേത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു ഡു എന്ന വളരെ കോമൺ ആയിട്ടുള്ള വേർബ് ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസനാണ്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ടു ഡു എന്നതിൻ്റെ ഉപയോഗം തീർച്ചയായും അറിഞ്ഞിരിക്കണം. ലെസണിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്കത് യൂസ്ഫുൾ ആകുമല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, ലൈക്ക്, ഷെയർ എന്ന് പറയുന്നത് പോലെ തന്നെ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുകൂടി ചെയ്താലേ യൂട്യൂബ് ഇത് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അതുകൂടി ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ഇത് യൂസ്ഫുൾ ആണ് എന്നൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ലെസണിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ടു ഡു എന്ന വേർബ് അത് ഇൻഫിനിറ്റീവ് ഫോം ആണ്. ഡു എന്നതാണ് ബേസ് ഫോം. ഇനി അത് പ്രസൻറ്റ് സിമ്പിളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കും? ഡു ആൻഡ് ഡസ്. ഡു ഉപയോഗിക്കാം ചില സ്ഥലത്ത് നമുക്ക് ഡസ് ഉപയോഗിക്കാം, പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ ഡിഡ്, ഡു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഡിഡ് ഉപയോഗിക്കാം. ഇനി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് അതിൻ്റെ ING ഫോം എന്ന് പറയുന്നത്, ഡൂയിങ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഡൺ. ഡു എന്ന വേർബ് നമുക്ക് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കാം, ഓക്സിലിയറി വേർബായിട്ടും ഉപയോഗിക്കാം. മെയിൻ വേർബായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കും? മെയിൻ വേർബായിട്ട് നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഉപയോഗിക്കാം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റുട്ടീൻ, റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഹാബിറ്റ് പോലെ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാം. റുട്ടീൻ, ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ടാസ്ക് ഒക്കെ. ഫോർ എക്സാമ്പിൾ, ഐ ഡു ദ ഡിഷസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഡിഷസൊക്കെ വാഷ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഐ ഡു ദ ഡിഷസ് എവറി ഡേ, അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഐ ഡു ദ ഡിഷസ് എവറി ഡേ എന്ന് പറയുമ്പോൾ അവിടെ നോക്കൂ, എവറി ഡേ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചു. അതിന് നമുക്ക് ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. എത്ര പ്രാവശ്യം? എല്ലാ ദിവസവുമാണോ, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണോ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണോ, മന്ത്ലി വൺസ് ആണോ, ഇയർലി വൺസ് ആണോ, വല്ലപ്പോഴുമാണോ എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ എവറി ഡേ എന്ന് പറയുന്നത് ഒരു ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഐ ഡു ദ ഡിഷസ് എവറി ഡേ. ഡു എന്ന വേർബ് നമുക്ക് പല ആക്ടിവിറ്റീസിൻ്റെ ഒപ്പവും ഉപയോഗിക്കാം. ഡു ദ ഡിഷസ്, ഡു ചോസ്, ഡു ഹോംവർക്ക്, ഡു ലോണ്ട്രി, ഡു ടാക്സസ്, ഡു മേക്കപ്പ്, ഡു ഹെയർ, ഡു കുക്കിംഗ്, ഡു ഷോപ്പിംഗ്, ഡു എക്സസൈസസ്, ഡു സ്ട്രെച്ചസ്, ഡു പസിൽസ്. ഇവിടെയൊക്കെ നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ ഒപ്പം നമുക്ക് ഡു ഉപയോഗിക്കാം. ഐ ഡു ദ ഡിഷസ് എവറി ഡേ. ഐ ഡു ഉപയോഗിച്ചു. യു ഓഫൺ ഡു യോഗ. നിങ്ങൾ ഇടയ്ക്കൊക്കെ, ഓഫൺ എന്ന് പറയുമ്പോൾ അത് ഇടയ്ക്കൊക്കെ, വല്ലപ്പോഴും ഒക്കെ. ഓഫൺ ഡു യോഗ, യോഗ ചെയ്യാറുണ്ട് എന്നാണ്. ഇവിടെ ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി ഓഫൺ എന്ന വാക്കാണ്. ഷീ സംടൈംസ് ഡസ് പസിൽസ്. അവൾ ചിലപ്പോഴൊക്കെ പസിൽസ് ചെയ്യാറുണ്ട്. ഷീ സംടൈംസ്, അതല്ലെങ്കിൽ ഹീ സംടൈംസ് ഡസ്. ഡു അല്ല അവിടെ ഉപയോഗിക്കുന്നത്, ഡസ് ആണ്. അപ്പോൾ ഡു ആൻഡ് ഡസ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഇപ്പോൾ ഐ ഡു, യു ഡു, വി ഡു, ദേ ഡു. വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ്, മൈ കസിൻസ്, മൈ ഫ്രണ്ട്സ്, ഇതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അതിൻ്റെയൊക്കെ ഒപ്പം ഡു ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം സിംഗുലർ സബ്ജക്റ്റുകളുണ്ടല്ലോ, ഹീ, ഷീ, ഇറ്റ്, മൈ ഫ്രണ്ട്, മൈ കസിൻ, ഇതൊക്കെ അവിടെയൊക്കെ നമുക്ക് ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഡു യോഗ, ഹീ ഡസ് യോഗ, ഷീ ഡസ് യോഗ, അങ്ങനെ. ദേ റെയർലി ഡു എക്സസൈസസ്. അവർ റെയറായിട്ട്, വളരെ അപൂർവമായിട്ട് ഡു എക്സസൈസസ് ചെയ്യാറുണ്ട്. നോക്കൂ, റെയർലി എന്നത് ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയാണ്. വി നെവർ ഡു ചോസ്. ചോസ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, വളരെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ വളരെ അൺപ്ലസൻ്റായ കാര്യങ്ങളായിരിക്കാം, വളരെ ബോറിംഗ് ആയ കാര്യങ്ങളാവും. നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാവില്ലേ വീട്ടിൽ. അപ്പോൾ ഹൗസ് ഹോൾഡ് ചോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ചോസ് എന്ന് പറയുമ്പോൾ വീട്ടുജോലികൾ. വി നെവർ ഡു ചോസ്. നെവർ എന്ന് പറയുമ്പോൾ സീറോ, ഒട്ടും ചെയ്യാറില്ല, ഒരിക്കലും എന്നുള്ള മീനിങ് ആണ് നെവർ. അതും ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയാണ്.
സംടൈംസ് എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിയാണ്. ഡു എന്നതിന് പകരം നമുക്ക് ഒരു നെഗറ്റീവ് സെൻസിലാണ് അത് പറയേണ്ടത്. ഞാൻ യോഗ ചെയ്യാറില്ല. ഐ ഡു നോട്ട് ഡു യോഗ. ഡു എന്നതിന് പകരം ഡു നോട്ട് എന്നാക്കി. ഐ ഡോണ്ട് ഡു യോഗ. ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട്. ഇനി ഹീ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിൽ ഹീ ഡസ് നോട്ട് ഡു യോഗ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഹീ ഡസൻറ്റ് ഡു യോഗ. ഡസിൻറ്റ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഷീ ഡസിൻറ്റ്, ഹീ ഡസിൻറ്റ്, വി ഡു നോട്ട് അല്ലെങ്കിൽ വി ഡോണ്ട്, ഐ ഡോണ്ട്, അങ്ങനെ. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡോണ്ട്. അതല്ല സിംഗുലർ സബ്ജക്ട്സ് ഹീ, ഷീ, ഇറ്റ്, മൈ ഫ്രണ്ട് എന്നൊക്കെയാണെങ്കിൽ ഡസിൻറ്റ്. അത് നെഗറ്റീവ് ഫോമിലാണ് ഡസ് നോട്ട് ചേർത്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, റെഗുലറായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ഡു ഉപയോഗിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ റൈറ്റ് നൗ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ആക്ഷൻ, നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. നാളെ ഞാൻ ദുബായിക്ക് പോവുകയാണ്, നാളെ ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അവിടെയും ഡു ഉപയോഗിക്കാം ആസ് എ മെയിൻ വേർബ്. ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ഷൻസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം എന്നർത്ഥം. പ്രസൻറ്റ് സിമ്പിളായപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഐ ഡു ദ ഡിഷസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഡിഷസൊക്കെ വാഷ് ചെയ്യാറുണ്ട്, ക്ലീൻ ചെയ്യാറുണ്ട് എന്നർത്ഥം. ഐ ഡു ദ ഡിഷസ് എവറി ഡേ എന്ന് പറഞ്ഞത്. ഇതിന് പകരം പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. റൈറ്റ് നൗ, ഐ ആം ഡൂയിങ് ദ ഡിഷസ് റൈറ്റ് നൗ. ഞാനിപ്പോൾ എൻ്റെ ഡിഷസൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഡൂയിങ് ദ ഡിഷസ് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്നുപയോഗിച്ചത് ഒരു ടൈം റെഫറൻസിന് വേണ്ടിയിട്ടാണ്. റൈറ്റ് നൗ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രസൻ്റ്ലി. അതുപോലെ തന്നെ പ്ലാൻഡ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. നാളെ ഞാൻ യോഗ ചെയ്യാൻ പോവുകയാണ്. ഐ ആം ഡൂയിങ് യോഗ. നാളെ ഞാൻ യോഗ ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നാളെ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹീ ഈസ് കറൻ്റ്ലി ഡൂയിങ് എ പസിൽ. അവനിപ്പോൾ ഒരു പസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി എന്ന വാക്ക് പ്രസൻ്റ്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിലാണത്. ഹീ ഈസ്, നോക്കൂ, ഹീ ഈസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഐ ആവുമ്പോൾ ആം എന്ന് ഉപയോഗിക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അങ്ങനെയാണല്ലോ. ഐ ആം, ഹീ ഈസ്, ഷീ ഈസ്, വി ആർ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ ഡൂയിങ് എക്സസൈസസ് നൗ. ദേ ആർ ഡൂയിങ് എക്സസൈസസ് നൗ. നോക്കൂ, ഡൂയിങ്, ഡു എന്നതിനോടുകൂടി ING ചേർത്തിട്ടുള്ള പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ദേ ആർ ഡൂയിങ് എക്സസൈസസ് നൗ. അവരിപ്പോൾ എക്സസൈസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ എന്ന ഒരു ടൈം റെഫറൻസ് അവിടെയുണ്ട്. വി ആർ നോട്ട് ഡൂയിങ് അവർ വർക്ക് ടുമാറോ. നാളെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. വി ആർ നോട്ട് ഡൂയിങ്, അത് ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ്. നാളെ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിലെ ഒരു കാര്യമല്ലേ. അവിടെ നമ്മൾ വി ആർ നോട്ട് ഡൂയിങ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് അവിടെ ഉപയോഗിക്കുന്നത്. വി ആർ നോട്ട് ഡൂയിങ് അവർ വർക്ക് ടുമാറോ. നാളെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. വി ആർ നോട്ട് എന്നുപയോഗിച്ചു, നോട്ട് ചേർത്തു. അതുകൊണ്ട് തന്നെ അതിന് നെഗറ്റീവ് മീനിങ് ആണ്. ഞങ്ങൾ ചെയ്യുന്നില്ല. വി ആർ ഡൂയിങ് എന്ന് പറയുമ്പോൾ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ആർ നോട്ട് ഡൂയിങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന മീനിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ നോട്ട് ആഡ് ചെയ്ത് നെഗറ്റീവ് സെൻറ്റൻസസും നമുക്ക് ഉണ്ടാക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് പോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിലും നമുക്ക് ഉപയോഗിക്കാം. ഐ വാസ് ഡൂയിങ് യോഗ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥത്തിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് ഉപയോഗിക്കാം. ഐ വാസ് ഡൂയിങ്, ഹി വാസ് ഡൂയിങ് യോഗ, ദേ വേർ ഡൂയിങ് യോഗ, വി വേർ ഡൂയിങ് യോഗ. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് അത് മാറി മാറി വാസ് ചേർത്തിട്ട് ഡൂയിങ് ഉപയോഗിക്കുക. ഐ, ഹി, ഷീ, ഇറ്റ്. പിന്നെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വാസ് ഡൂയിങ് എന്നുപയോഗിക്കുക. അതല്ല പ്ലൂറൽ സബ്ജക്ട്സ്, മൈ ഫ്രണ്ട്സ്, മൈ കസിൻസ്, അതുപോലെ തന്നെ യു, വി, ദേ, ഇതൊക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ വേർ ഡൂയിങ് എന്നുപയോഗിക്കുക പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഡു എന്ന വേർബ് നമുക്ക് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കാം. ഐ വാസ് ഡൂയിങ് യോഗ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വാസ് ഡൂയിങ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡു എന്നത് അവിടെ മെയിൻ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ ഡു ഉപയോഗിക്കാം മെയിൻ വേർബായിട്ട്.
പാസ്റ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുമ്പോൾ ഡു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഡിഡ് ഉപയോഗിക്കാം. ഐ ഡിഡ് യോഗ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ യോഗ ചെയ്തു. ഹി ഡിഡ് എക്സസൈസസ് യെസ്റ്റർഡേ, ഇന്നലെ അവൻ എക്സസൈസസ് ചെയ്തു. വി ഡിഡ് എക്സസൈസസ് യെസ്റ്റർഡേ, ഇന്നലെ ഞങ്ങൾ എക്സസൈസസ് ചെയ്തു. നോക്കൂ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡിന് ഒരു വ്യത്യാസവും ഇല്ല. ചെയ്തു. ഇനി ചെയ്തില്ല എന്നർത്ഥത്തിൽ ആണെങ്കിൽ ഡിഡ് നോട്ട് എന്ന് ഉപയോഗിക്കുക. ഐ ഡിഡ് യോഗ യെസ്റ്റർഡേ, ഞാൻ യോഗ ഇന്നലെ ചെയ്തു. ഐ ഡിഡ് നോട്ട് ഡു യോഗ യെസ്റ്റർഡേ. ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡിൻറ്റ് ആണ് ഷോർട്ട് ഫോം. ഡിഡ് നോട്ട് എന്ന് പറയുന്നത് ഡിഡിനോട് കൂടി നോർത്ത് ചേർത്തിട്ടുള്ള ഒരു രൂപമാണ്. അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്ന ഡിഡിൻറ്റ്. ഐ ഡിഡിൻറ്റ് ഡു യോഗ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ യോഗ ചെയ്തില്ല. ഹി ഡിഡിൻറ്റ് ഡു എക്സസൈസസ് യെസ്റ്റർഡേ, ഇന്നലെ അവൻ എക്സസൈസസ് ചെയ്തില്ല. വി ഡിഡിൻറ്റ് ഡു എക്സസൈസസ് യെസ്റ്റർഡേ, ഇന്നലെ ഞങ്ങൾ എക്സസൈസസ് ചെയ്തില്ല. ഡിഡിൻറ്റ് ഡു, ഡിഡ് പ്ലസ് നോട്ട് ചേർത്തു എന്ന് മാത്രം. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഡു എന്നത് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണ്, പക്ഷേ അതിനിപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിലും പ്രസക്തി ഉണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അത് ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതിൻ്റെ ഒപ്പം ഡൺ എന്ന ഡു എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഹാസ് ഡൺ അല്ലെങ്കിൽ ഹാവ് ഡൺ ഉപയോഗിക്കാം. ഈ ഹാസ് ഡൺ ആൻഡ് ഹാവ് ഡൺ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. ഇനി അതല്ല സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ, ഇറ്റ് ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ ഒരാളുടെ നെയിം ആണെങ്കിൽ പോലും അത് സിംഗുലർ സബ്ജക്റ്റാണ്, അവിടെയൊക്കെ ഹാസ് ഡൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം ഓഫ് ഡു, അല്ലെങ്കിൽ നമുക്ക് ഡൺ എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം. ഐ ഹാവ് ഡൺ ദ ഡിഷസ് ഓൾറെഡി, ഞാൻ എൻ്റെ ഡിഷസൊക്കെ എല്ലാം കഴിഞ്ഞു. എൻ്റെ പ്ലേറ്റ്സ് വാഷ് ചെയ്യലും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കലും എല്ലാം കഴിഞ്ഞു. ഐ ഹാവ് ഡൺ ദ ഡിഷസ് ഓൾറെഡി, ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഐ ഹാവ് ഡൺ. ഇനി ഐ എന്നതിന് പകരം യു ആയിരുന്നെങ്കിലോ, യു ഹാവ് ഡൺ, വി ഹാവ് ഡൺ, ദേ ഹാവ് ഡൺ. ഹി ഹാസ് ഡൺ ദ ഡിഷസ് ഓൾറെഡി, ഷീ ഹാസ് ഡൺ ദ ഡിഷസ് ഓൾറെഡി, ഗീത ഹാസ് ഡൺ ദ ഡിഷസ് ഓൾറെഡി. നോക്കൂ, സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഹാസ് ഓർ ഹാവ് മാറും, പക്ഷേ ഡൺ അങ്ങനെ തന്നെ. അപ്പോൾ ഡൺ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ വേർബ് ആയിട്ടാണ്. യു ഹാവ് ഡൺ യോഗ റീസെൻ്റ്ലി, നിങ്ങൾ യോഗ റീസെൻ്റായിട്ട് ഈ അടുത്ത കാലത്ത് യോഗ ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ഡൺ എ പസിൽ റീസെൻ്റ്ലി, അവൾ ഒരു പസിൽ ഷീ ഹാസ് ഡൺ ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ഡൺ റീസെൻ്റ്ലി എന്ന വാക്ക് ഉപയോഗിച്ചു നമ്മളവിടെ. വി ഹാവിൻ ഡൺ ചോസ് ദിസ് മോർണിംഗ്, ഇന്നത്തെ മോർണിംഗിൽ, ഈ മോർണിംഗിൽ ഞങ്ങൾ ഹൗസ് ഹോൾഡ് വർക്കൊന്നും നമ്മൾ ചെയ്തില്ല. വി ഹാവിൻ ഡൺ. ദിസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ദിസ് മോർണിംഗ് എന്ന് പറയുന്ന ആ മോർണിംഗ് സമയം കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആണ് ഈ കാര്യം പറയുന്നതെങ്കിൽ നമുക്കങ്ങനെ വി ഹാവിൻറ്റ് ഡൺ ചോസ് ടുഡേ. വി ഹാവിൻറ്റ് ഡൺ. ഹാവിൻറ്റ് എന്ന് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ഫോമാണ്. ഹാവ് നോട്ട് ഡൺ. ഹാവ് നോട്ട് എന്നതിൻ്റെ ആ ഒരു ഷോർട്ടൻഡ് ഫോം ആണ് ഹാവിൻറ്റ്. അതുപോലെ തന്നെ ഹാസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഹാസിൻറ്റ് എന്ന് ഉപയോഗിക്കാം. ദേ ഹാവിൻ ഡൺ എക്സസൈസസ് ടുഡേ യെറ്റ്. ഇതുവരെ ആയിട്ടും അവർ ചെയ്തിട്ടില്ല എക്സസൈസസ്. ഇന്ന് എക്സസൈസസ് അവർ ചെയ്തിട്ടില്ല. ദേ ഹാവിൻറ്റ് ഡൺ എക്സസൈസസ് ടുഡേ എറ്റ്. നോക്കൂ, ഒരു ആഫ്റ്റർനൂൺ സമയത്താണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ നമുക്ക് ഹാവിൻറ്റ് ഡൺ എന്ന് ഉപയോഗിക്കാം. ഹാവ് നോട്ട് ഡൺ. പിന്നെ എറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇതുവരെയും എന്നർത്ഥത്തിലാണ് എറ്റ് ഉപയോഗിക്കുന്നത്. മെയിൻ വേർബായിട്ട് ഡു എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡു എന്ന വേർബ് ഓക്സിലിയറി വേർബായിട്ട് എവിടെയൊക്കെ ഉപയോഗിക്കും അതുകൂടി നമുക്ക് നോക്കാം. ടു ഫോം യെസ് നോ ക്വസ്റ്റ്യൻസ്. യെസ് നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന്, യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഡു എന്ന വേർബിനെ ആവശ്യമുണ്ട്. ആ ഒരു വേർഡ് നമ്മൾ ഓക്സിലിയറി വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ ലെസൺ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലൈക്ക് ദിസ് ലെസൺ? ഡു യു ലൈക്ക് ദിസ് വീഡിയോ?
ഡു എന്ന ഒരു ഓക്സിലറി വേർബ് അവിടെ ഉപയോഗിച്ചു. ഇഷ്ടപ്പെടുന്നുണ്ടോ? നമുക്ക് അതിനൊരു ഷോർട്ട് ആൻസറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയാം. അതൊരു ഷോർട്ട് ആൻസറാണ്. അതല്ലെങ്കിൽ യെസ് ഐ ലൈക്ക് ദിസ് ലെസൺ എന്ന് പറയാം, ഫുൾ ആൻസർ. ഇനി നെഗറ്റീവ് ഫോമിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നാണെങ്കിൽ നോ ഐ ഡോണ്ട്. അതൊരു ഷോർട്ട് ആൻസറാണ്, നോ ഐ ഡോണ്ട്. ഇനി ഫുൾ ആൻസർ ആയിട്ട് പറയണമെങ്കിൽ നോ ഐ ഡോണ്ട് ലൈക്ക് ദിസ് ലെസൺ, ഐ ഡോണ്ട് ലൈക്ക് ദിസ് ലെസൺ. ഞാൻ ഈ ലെസൺ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ലെസൺ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴല്ലേ ഞാൻ ഡു യു എന്ന് ചോദിച്ച് ഡു ഉപയോഗിച്ചത്. ഇനി സബ്ജക്റ്റ് അനുസരിച്ച് നമുക്കത് മാറ്റി മാറ്റി ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ഡു യു എന്ന് ചോദിച്ചു, ഇനി ഡു ദേ എന്ന് ചോദിക്കാം. ഡു അതിൻ്റെ ഒപ്പം വേറെ പ്ലൂറൽ സബ്ജക്ട്സ് ആവാം. പക്ഷേ സിംഗുലർ സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ ഹീ ഷീ ഇറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഡസ് ഹീ ലൈക്ക് ദിസ് ലെസൺ? അവൻ ഈ ലെസൺ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡസ് ഹീ, ഡു ഹീ അല്ല, ഡസ് ഹീ. ഡസ് ഷീ, അവൾ എന്നാണെങ്കിൽ ഡസ് ഉപയോഗിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നാണെങ്കിൽ ഡു യുവർ ഫ്രണ്ട്സ് എന്നാണ്. ഡു യുവർ ഫ്രണ്ട്സ് ലൈക്ക് ദിസ് ലെസൺ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ലെസൺ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതല്ല, നിങ്ങളുടെ ഫ്രണ്ട് ഈ ലെസൺ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണെങ്കിൽ ഡസ് യുവർ ഫ്രണ്ട് ലൈക്ക് ദിസ് ലെസൺ? അപ്പോൾ ഡസ് ആൻഡ് ഡു മാറി മാറി ഉപയോഗിക്കണം. ഡസ് ഷീ ലൈക്ക് ദിസ് ലെസൺ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ ലെസൺ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ലേ? അതിന് ആൻസർ വേണമെങ്കിൽ യെസ് ഷീ ഡസ് എന്ന് പറയാം. യെസ് ഷീ ഡസ്. യെസ്, അവൾ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥത്തിൽ ഒരു ഷോർട്ട് ആൻസറാണ് നമ്മളവിടെ പറയുന്നത്. ഇനി ഫുൾ ആൻസറായിട്ട് പറയണമെങ്കിൽ യെസ് ഷീ ലൈക്സ് ദിസ് ലെസൺ. യെസ് ഷീ ലൈക്സ് ദിസ് ലെസൺ. ഇനി നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ നോ ഷീ ഡസിൻറ്റ്. അവൾ ഇഷ്ടപ്പെടുന്നില്ല. നോ ഷീ ഡസിൻറ്റ്. ഡോണ്ട് അല്ല, ഡസിൻറ്റ്. ഫുൾ ആൻസർ ആണെങ്കിൽ നോ ഷീ ഡസൻ ലൈക്ക് ദിസ് ലെസൺ. ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ യെസ് നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിലോ ഡിഡ് അല്ലേ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടപ്പെട്ടോ എന്നായിരുന്നെങ്കിൽ ഡിഡ് യു ലൈക്ക് ദിസ് ലെസൺ? ഡിഡ് യു ലൈക്ക്. പിന്നെ ഇവിടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡ് തന്നെ ഉപയോഗിക്കാം. ഡിഡ് യു ലൈക്ക് ദിസ് ലെസൺ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് യെസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ യെസ് ഐ ഡിഡ് എന്ന് പറയാം. അത് ഷോർട്ട് ആൻസറാണ്. ഫുൾ ആൻസറായിട്ട് പറയണമെങ്കിൽ യെസ് ഐ ലൈക്ക് ദിസ് ലെസൺ. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ നോ ഐ ഡിഡിൻറ്റ്. ഷോർട്ട് ആൻസർ. ഇനി ലോങ് ആൻസറായിട്ട് പറയണം അല്ലെങ്കിൽ ഫുൾ ആൻസറായിട്ട് പറയണമെങ്കിൽ നോ ഐ ഡിഡിൻറ്റ് ലൈക്ക് ദിസ് ലെസൺ. ഇനി ഡു എന്ന വേർബ് നമുക്ക് ഒരു എംഫസിസ് കൊടുക്കാൻ, ഒരു കാര്യം നമ്മൾ പറയുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയും, അവിടെയൊക്കെ നമുക്ക് ഡു എന്നത് എംഫാറ്റിക് ഫോമിൽ ഉപയോഗിക്കാം. എംഫാറ്റിക് ഫോം എന്ന് പറയുമ്പോൾ എംഫസിസ് കൊടുത്തുകൊണ്ട്, സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട്, ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാം. അവിടെയും നമുക്ക് ഡു എന്നതിൻ്റെ ഉപയോഗം ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡിഡ് യു സബ്സ്ക്രൈബ് ദിസ് ചാനൽ? ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഐ സബ്സ്ക്രൈബ്ഡ്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. അതെ, കറക്റ്റ് ആൻസറാണ്, ഐ സബ്സ്ക്രൈബ്ഡ്. ഇനി നിങ്ങൾക്ക് വളരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, അതിന് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തിട്ട് പറയണമെങ്കിൽ ഐ ഡിഡ് സബ്സ്ക്രൈബ്. ഐ ഡിഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എന്ന ആ ഒരു വാക്കിന് കൂടുതൽ ഒരു എംഫസിസ് കൊടുക്കുകയാണ് നമ്മൾ. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഷീ ലൈക്സ് റീഡിങ്. അവൾ വായന ഇഷ്ടപ്പെടുന്നു. ഷീ ലൈക്സ് റീഡിങ്. അതൊരു സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അതല്ല, ശരിക്കും അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ വേറൊരാൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ പറയുകയാണ് അവൾ അധികം വായിക്കുകയൊന്നുമില്ല, അവൾക്ക് വായനയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് പറയാം ഷീ ഡസ് ലൈക്ക് റീഡിങ്. ഷീ ഡസ് ലൈക്ക്. നോക്കൂ, ലൈക്സ് എന്ന് പറയുന്നതും ഡസ് ലൈക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ ആ ലൈക്ക് എന്ന വാക്കിന്, ഇഷ്ടപ്പെടുക എന്ന വാക്കിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുകയാണ്. അവൾ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുന്നു, അവൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷീ ഡസ് ലൈക്ക് റീഡിങ്. അവൾക്ക് ഇഷ്ടമാണത്. അപ്പോൾ അത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കുന്നത്, ഒരു എംഫസിസ് കൊടുക്കുന്നതിന്. ഇപ്പോൾ ഞാൻ മൂവീസ് വാച്ച് ചെയ്യാറുണ്ടോ എന്നോട് ചോദിക്കുകയാണ് ആരെങ്കിലും. ചില ആളുകൾ പറയാം ഞാൻ മൂവി ഒന്നും വാച്ച് ചെയ്യാറില്ല എന്ന് എൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയും. അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ഡു വാച്ച് മൂവീസ്. ഐ വാച്ച് മൂവീസ് എന്ന് പറയാം. ഞാൻ മൂവീസ് വാച്ച് ചെയ്യാറുണ്ട്. അത് സാധാരണ ഒരു
രീതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് എന്ന കാര്യത്തിന് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കും. ഐ ഡു വാച്ച് മൂവീസ്, ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഡു ആണ് ഉപയോഗിച്ചത്. ഐ ഡു വാച്ച്, ഹീ ഡസ് വാച്ച്, ഷീ ഡസ് വാച്ച്. ഹീ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ആ സ്ട്രെസ്സ് കൊടുക്കുന്നതിന് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കേണ്ടത്. ഇനി പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ നമുക്ക് ഡിഡ് തന്നെ ഉപയോഗിക്കാം. ഐ ഡു വാച്ച് എന്ന് പറയുമ്പോൾ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്, വാച്ച് ചെയ്യാറുണ്ട് എന്നതിന് സ്ട്രെസ്സ് കൊടുക്കുന്നു. ഐ ഡിഡ് വാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ വാച്ച് ചെയ്തു, ഇത് പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ പറയുകയാണ്. ഹീ ഡിഡ് വാച്ച്, അവൻ വാച്ച് ചെയ്തു. ഹീ വാച്ച്ഡ് എന്ന് പറയാം, അത് പാസ്റ്റ് സിമ്പിൾ സാധാരണ ഒരു സെൻറ്റൻസ്. ഹീ ഡിഡ് വാച്ച് എന്ന് പറഞ്ഞാൽ അവൻ വാച്ച് ചെയ്തു, അത് നമ്മൾ സ്ട്രെസ് ചെയ്യാണ്. വേറെ ആരെങ്കിലും അത് അല്ല എന്ന് പറയുമ്പോൾ നമ്മളതൊരു കൺഫേം ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയില്ലേ, അതാണ്. ടാഗ് ക്വസ്റ്റ്യൻസ്. ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഡു എന്ന വേർബിൻ്റെ ഉപയോഗം ഉണ്ട്. അത് എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ നോക്കൂ. യു ലൈക്ക് മൈ വീഡിയോസ്, എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഡോണ്ട് യു? ഞാനത് ഒന്നുകൂടി ചോദിക്കുകയാണ്, അതൊന്ന് ഒരു കൺഫർമേഷന് വേണ്ടി. അങ്ങനെയല്ലേ, ചെയ്യുന്നില്ല, നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു ഇല്ലേ എന്ന് ചോദിക്കില്ലേ, അതാണ് ഡോണ്ട് യു. ഡോണ്ട് യു നോക്കൂ, ഡു നോട്ട് ആണ് ഡോണ്ട്. ഡോണ്ട് യു, ഇല്ലേ. നിങ്ങൾക്ക് ആൻസർ ഷോർട്ട് ആൻസർ ആണെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയാം. യെസ് ഐ ലൈക്ക് യുവർ വീഡിയോസ്, ലോങ് ആൻസർ. നോ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ഷോർട്ട് ആൻസറാണ്. നോ ഐ ഡോണ്ട് ലൈക്ക് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ലോങ് ആൻസറായി. പിന്നെ പലപ്പോഴും നമ്മൾ പലതരത്തിൽ ഇപ്പോൾ നെഗറ്റീവായിട്ട് ഒരു റെസ്പോൺസാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ആക്ച്വലി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്നു, അപ്പോൾ പറയണം നിങ്ങൾക്ക് ബുക്സ് വായിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്. യെസ് ഐ ലൈക്ക് റീഡിങ് ബുക്സ് എന്ന് ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് ശരിക്കും ഞാൻ പറയുന്ന ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ വായന ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതൊരു കോൺട്രാസ്റ്റാണ്. ആദ്യം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക്. ഷീ ഡസൻറ്റ് വർക്ക്, അവൾ വർക്ക് ചെയ്യാറില്ല. ഡസ് ഷീ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ് യെസ് ഷീ ഡസ്, അവൾ ചെയ്യാറുണ്ട്. നോ ഷീ ഡസൻറ്റ് പറയാൻ നമുക്ക്, അവൾ ചെയ്യാറില്ല എന്ന അർത്ഥത്തിൽ. പക്ഷേ നോ ഷീ ഡസൻറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറയണം ആക്ച്വലി ഷീ ഡസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവൾ ചെയ്യാറുണ്ട്. ആക്ച്വലി ഷീ ഡസ് വർക്ക് ടുഡേ, ആക്ച്വലി ഷീ ഡസ് വർക്ക്, ശരിക്കും അവൾ വർക്ക് ശരിക്കും പറഞ്ഞാൽ അവൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു കാര്യം പറയുന്നു, അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ആക്ച്വലി എന്ന് പറഞ്ഞിട്ട് നേരെ വിപരീതമായ ഒരർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാം. ചോയ്സ് ക്വസ്റ്റ്യൻസ്. എന്താണ് ചോയ്സ് ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് ചായയാണോ അല്ലെങ്കിൽ കാപ്പിയാണോ ഇഷ്ടം എന്ന് ചോദിക്കില്ലേ? നിങ്ങൾക്ക് നടക്കുന്നതാണോ ഓടുന്നതാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കില്ലേ? ഇതൊക്കെ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഡു യു പ്രിഫർ ടീ ഓർ കോഫി? പക്ഷേ ഇതിനൊക്കെ ആൻസർ പറയുമ്പോൾ ഐ പ്രിഫർ ടീ എന്ന് പറയാം. അവിടെ ഡു അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഡു യു പ്രിഫർ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രിഫറൻസ്, നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം എന്ന്. ഡസ് ഷീ വാണ്ട് പിസ്സ ഓർ പാസ്ത? പിസ്സ ആണോ പാസ്തയാണോ അവൾക്ക് വേണ്ടത്? ഡസ് ഷീ വാണ്ട്. ഡസ് ഉപയോഗിച്ചത് ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ആൻസർ പറയുമ്പോൾ നമുക്കവിടെ ഡൂവിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആവശ്യം ഉണ്ട്. ഇപ്പോൾ അതിന് ആൻസർ പറയണമെങ്കിൽ അവൾക്ക് പിസ്സയാണോ പാസ്തയാണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം എനിക്ക് അതിനെപ്പറ്റി ഉറപ്പില്ല, ഐ എം നോട്ട് ഷുവർ, അവളോട് ഞാൻ ചോദിച്ചിട്ട് പറയാം. ഐ വിൽ ആസ്ക് ഹർ ആൻഡ് ലെറ്റ് യു നോ, ഞാൻ അവളോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഡു എന്ന വേർബ് ഒരു മെയിൻ വേർബായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഓക്സിലിയറി വേർബായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡു ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കോമൺ എക്സ്പ്രഷൻസ് കൂടി പരിചയപ്പെടാം. ടു ഡു സംവൺ എ ഫേവർ. ഒരാൾക്കൊരു ഫേവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അയാളുടെ ചില വർക്കിലോ അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലോ ഒക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക. ക്യാൻ യു ഡു മീ എ ഫേവർ ആൻഡ് ബൈ മീ സം മിൽക്ക്? എനിക്ക് വേണ്ടി മിൽക്ക് വാങ്ങുമോ എന്നാണ്. ക്യാൻ യു ഡു മീ എ ഫേവർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എന്താണ് ഹെൽപ്പ് വേണ്ടത്? ബൈ മീ സം മിൽക്ക്. ടു ഡു ബിസിനസ് വിത്ത് സം വൺ. ഒരാളുടെ കൂടെ ബിസിനസ് ചെയ്യുക. ബിസിനസ് ചെയ്യുക മീൻസ് വാണിജ്യപരമായ
അതല്ലെങ്കിൽ വ്യാപാര സംബന്ധമായ ചില കാര്യങ്ങളിൽ ഏർപ്പെടുക. ടു ഡു ബിസിനസ് വിത്ത് സം വൺ. ഐ വാണ്ട് ടു ഡു ബിസിനസ് വിത്ത് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലവ് ടു ഡു ബിസിനസ് വിത്ത് മൈ ഫ്രണ്ട്. ടു ഡു വൺസ് ബെസ്റ്റ്. ഇത് വേറൊരു എക്സ്പ്രഷനാണ്. ടു ഡു വൺസ് ബെസ്റ്റ്. വൺസ് എന്ന് പറയുന്നത് ടു ഡു മൈ ബെസ്റ്റ്, ടു ഡു യുവർ ബെസ്റ്റ്, ടു ഡു ഹിസ് ബെസ്റ്റ്, ടു ഡു ഹിസ് ബെസ്റ്റ്, ടു ഡു ഹെർ ബെസ്റ്റ്, ടു ഡു, അങ്ങനെ വൺസ് എന്നത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. അപ്പോൾ ടു ഡു വൺസ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എഫേർട്ട് എടുക്കുക. ടു ഗീവ് മാക്സിമം എഫേർട്ട്. ഇപ്പോൾ ഷീ ഡിഡ് ഹെർ ബെസ്റ്റ്. ഷീ ഡിഡ് ഹെർ ബെസ്റ്റ്. അവൾക്ക് മാക്സിമം ചെയ്യാവുന്നത് ചെയ്തു എന്നാണ്. ഇനി നമുക്കതൊരു എംഫാറ്റിക് ഫോമിൽ ഉപയോഗിക്കണമെങ്കിൽ ഷീ ഡിഡ് ഡു ഹെർ ബെസ്റ്റ്. അവളത് ചെയ്തു, നമ്മളത് ഉറപ്പിക്കുകയാണ്. ഷീ ഡിഡ് ഡു ഹെർ ബെസ്റ്റ്. ടു ഡു എ നമ്പർ ഓൺ. അത് വേറൊരു എക്സ്പ്രഷനാണ്. ഒരാൾക്ക് നാശമുണ്ടാക്കുക, ഒരാൾക്കൊരു ഡിഫിക്കൽറ്റി ഉണ്ടാക്കുക, ഒരു ഹാം ഉണ്ടാക്കുക. ടു കോസ് ഹാം ഓർ ഡാമേജ്. ലാസ്റ്റ് ഇയർ ദ ഹാർഷ് വെതർ ഡിഡ് എ നമ്പർ ഓൺ മൈ ഗാർഡൻ. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്? ദ ഹാർഷ് വെതർ, വല്ലാത്ത ഒരു ക്ലൈമറ്റ്. ആ ക്ലൈമറ്റ് എൻ്റെ ഗാർഡനിൽ വല്ലാത്തൊരു നാശം ഉണ്ടാക്കി. ഡിഡ് എ നമ്പർ ഓൺ. ഡിഡ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഇയറിലെ കാര്യമല്ലേ. ടു ഡു എ നമ്പർ ഓൺ എന്നതാണ് ആ ഒരു എക്സ്പ്രഷൻ. അവിടെ നമുക്ക് ആ ഡു എന്ന ഒരു വേർബിൻ്റെ ഉപയോഗം ഉണ്ട്. ടു ഡു ദ ഡേർട്ടി വർക്ക്. ഡേർട്ടി എന്ന വാക്കിൽ നമുക്കറിയാം അൺപ്ലസൻ്റ് ആയിട്ടുള്ള, ചെയ്യാൻ പാടില്ലാത്ത, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചില ആളുകൾ ചെയ്യും. ടു ഡു ദ ഡേർട്ടി വർക്ക്. ഹി ഓൾവേസ് ഗെറ്റ് അതേഴ്സ് ടു ഡു ദ ഡേർട്ടി വർക്ക്. അയാൾ എപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. ഹി ഓൾവേസ് ഗെറ്റ് അതേഴ്സ് ടു ഡു ദ ഡേർട്ടി വർക്ക്. ടു ഡു ജസ്റ്റിസ്. ടു ഡു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് നീതി പുലർത്തുക എന്ന് പറയില്ലേ, അതാണ്. ടു റെപ്രസെൻറ്റ് സംതിങ് ആക്യുറേറ്റ്ലി. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, നല്ല സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല പിക്ചേഴ്സ് നമ്മൾ ആസ്വദിച്ചു, നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞ് അതൊക്കെ നമ്മൾ പിക്സ് എടുത്തു. പക്ഷേ പിക്സിൽ കാണുമ്പോൾ നമ്മൾ ആ ആസ്വദിച്ച അത്രയ്ക്ക് ഭംഗി ആ പിക്ചേഴ്സിനൊന്നും ഇല്ല, ആ ഫോട്ടോസിനൊന്നും ഇല്ല എന്ന് കരുതുക. അപ്പോൾ നമ്മൾ പറയാം, നമുക്കെന്ത് പറയാം, അത് ആ പിക്ചേഴ്സൊന്നും ആ കണ്ട കാഴ്ചകളോട് നീതി പുലർത്തുന്നില്ല എന്ന് പറയില്ലേ, അതുമായിട്ടൊട്ട് യോജിക്കുന്നില്ല എന്നാണ്. ദിസ് ഫോട്ടോ ഡസൻറ്റ് ഡു ജസ്റ്റിസ് ടു ദ ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് വി സോ. അതായത് നമ്മൾ നല്ല വ്യൂസൊക്കെയാണ് കണ്ടത്, പക്ഷേ അതൊന്നും ഈ ഫോട്ടോസ് അതിനോടൊന്നും നീതി പുലർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ കണ്ട കാഴ്ചകളുടെ അത്രയ്ക്ക് മനോഹാരിത ഈ ഫോട്ടോസിനില്ല. അത് ഈ ഫോട്ടോസിൽ നിന്ന് മനസ്സിലാവുന്നില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അതൊക്കെ എന്ന്. മനസ്സിലായില്ലേ? ടു ഡു ജസ്റ്റിസ്. അവിടെയും ഡു എന്ന വേർബിൻ്റെ ഉപയോഗമാണ് നമ്മൾ പറയുന്നത്. ടു ഡു എവേ വിത്ത്. ടു ഡു എവേ വിത്ത് എന്ന് പറഞ്ഞാൽ ടു എലിമിനേറ്റ്, ടു ഗെറ്റ് റിഡ് ഓഫ് സംതിങ്. ഒരു കാര്യം നമ്മൾ മാറ്റുക, അത് വേണ്ട. ടു സ്റ്റോപ്പ് യൂസിങ് സംതിങ്. ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യം വേണ്ട എന്ന് വയ്ക്കുക, അതാണ് ടു ഡു എവേ വിത്ത്. വൈ ഡിഡ് ദ കമ്പനി ഡു എവേ വിത്ത് ദ ഡ്രസ് കോഡ്. കമ്പനി എന്തുകൊണ്ടാണ് ആ ഡ്രസ് കോഡ് ഒഴിവാക്കിയത് എന്നാണ്. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അത് സ്റ്റോപ്പായത് എന്താണ്, അതല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്. ടു ഡു എവേ വിത്ത്. നെക്സ്റ്റ് വൺ, ഡു ദ ട്രിക്ക്. അതും വേറൊരു എക്സ്പ്രഷനാണ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. ഇപ്പോൾ ചില ഗ്രാമർ പോയിൻറ്റ്സൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ ടീച്ചർ വേറൊരു കാര്യം, ഒരു പുതിയ ലെസൺ എടുത്തപ്പോൾ ആ കാര്യം ശരിക്കും മനസ്സിലായി. ആ ഒരു ലെസണാണ്, ആ ഒരു ലെസണായിരുന്നു അതിൻ്റെ ട്രിക്ക്. ദാറ്റ് ലെസൺ ഡിഡ് ദ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ലെസൺ കൊണ്ട് ആ കാര്യം ശരിക്കും എനിക്ക് പിടികിട്ടി എന്ന് പറയില്ലേ, അതാണ്. ടു സക്സസ്ഫുള്ളി അച്ചീവ് എ ഡിസൈഡ് റിസൾട്ട്. വിചാരിച്ചിരുന്ന ഒരു കാര്യം വളരെ സക്സസ്ഫുള്ളായി, വളരെ വിജയകരമായി അത് അച്ചീവ് ചെയ്തു, അത് നേടിയെടുത്തു. ആ ഒരു ലെസൺ വാച്ച് ചെയ്തതോടുകൂടി എനിക്ക് ആ ഒരു മനസ്സിലാകാതിരുന്ന ഒരു കാര്യം പിടികിട്ടി. ദാറ്റ് ലെസൺ ഡിഡ് ദ ട്രിക്ക്. ദിസ് ലെസൺ ഡിഡ് ദ ട്രിക്ക്. നൗ ഐ നോ ഹൗ ടു യൂസ് ദ വേർബ് ടു ഡു. നെക്സ്റ്റ് എക്സ്പ്രഷൻ, ടു മേക്ക് ഡു. ടു സർവൈവ് വിത്ത് വാട്ടെവർ ഈസ് അവൈലബിൾ. ടു മാനേജ് വിത്ത് വാട്ടെവർ ഈസ് അവൈലബിൾ.
ചില കാര്യങ്ങളൊക്കെയുണ്ട്, നമുക്ക് ഒരു 1 lakh rupees വേണം ഒരു കാര്യം ചെയ്യുന്നതിന്, പക്ഷേ പൈസ നമ്മുടെ കയ്യിലില്ല, നമുക്കത് കിട്ടാനുള്ള വഴിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കയ്യിലുള്ള പൈസ വെച്ച് തന്നെ മാനേജ് ചെയ്യില്ലേ, അതാണ് ടു മേക്ക് ഡു എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു ലോൺ അപ്ലൈ ചെയ്തു, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയില്ല, പക്ഷേ അവൾ അത് അഡ്ജസ്റ്റ് ചെയ്തു, അവളത് മാനേജ് ചെയ്തു, അവളുടെ കയ്യിലുള്ള സേവിങ്സ് വെച്ച് തന്നെ അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നമുക്ക് ടു മേക്ക് ഡു എന്ന ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ദ ബാങ്ക് ഡിഡിൻറ്റ് അപ്രൂവ് ഹെർ ലോൺ, ബാങ്ക് അപ്രൂവ് ചെയ്തില്ല, ബട്ട് ഷീ മെയ്ഡ് ഡു വിത്ത് ഹെർ സേവിങ്സ്. മെയ്ഡ് ഡു, അവളത് മാനേജ് ചെയ്തു, പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ മെയ്ഡ് ഡു. അപ്പോൾ ഇന്ന് നമ്മൾ ടു ഡു എന്ന വേർബിൻ്റെ ആ ഒരു ലെസൺ കഴിഞ്ഞു. അപ്പോൾ പാർട്ട് 2 ആണ് ഈ ലെസൺ. ഇത് ഒരു ടോപ്പിക്കിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഇനി നെക്സ്റ്റ് ലെസൺ നമ്മൾ ടു ഹാവ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ലെസൺ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.